Hi students, third semester BSc Mathematics in the first module in the കുറച്ച് parts നമുക്ക് നോക്കാം. Concavity and points of inflection. ഇവിടെ ആദ്യമേ concavity downward, concavity upward. ആദ്യമേ concavity upward അതിനെ convex downward എന്ന് വിളിക്കും. നോക്കിയേ concavity downward upwardനെ കോൺവെക്സ് ഡൗൺവേർഡ് എന്ന് വിളിക്കും. അതേപോലെ തന്നെ കോൺകേവിറ്റി ഡൗൺവേർഡിനെ കോൺവെക്സ് അപ്വേർഡ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ ഈ ഫിഗർ നോക്കുമ്പോൾ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് നോക്കി, ക്യൂ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ടാൻജൻ്റാണ് ഈ ലൈൻ. അപ്പോൾ ആ ടാൻജൻറ്റിൻ്റെ മുകളിലാണ് ഇങ്ങനെ കർവ് ഇരിക്കുന്നത്. അപ്പോൾ കർവ് കണ്ടോ? അപ്പം ഈ ടാൻജൻറ്റിൻ്റെ മുകളിൽ നോക്കുമ്പോൾ, അതായത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്താ, ഇതൊരു കോൺകേവ് ആയിട്ടല്ലേ ഇരിക്കുന്നേ മുകളിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ കോൺകേവ് അപ്വേർഡ്. ഇനി ഇതിന് താഴെ നോക്കുമ്പോൾ എന്തുവാ, കോൺവെക്സ് അല്ലേ, അപ്പോൾ കോൺവെക്സ് ഡൗൺവേർഡ്. അപ്പോൾ കോൺകേവ് അപ്വേർഡ് തന്നെയാണ് കോൺവെക്സ് ഡൗൺവേർഡ്. നേരെ തിരിച്ച് ഇവിടെ ആർ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ എസ് എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റ് നോക്കി, ഇവിടെ ഇതാണ് ടാൻജൻറ്റ്. ടാൻജൻറ്റിൻ്റെ താഴേന്ന് നോക്കുമ്പോൾ കോൺകേവും മേളീന്ന് നോക്കുമ്പോൾ കോൺവെക്സ്. അപ്പോൾ എന്താ, കോൺകേവ് ഡൗൺവേർഡ് തന്നെയാണ് കോൺവെക്സ് അപ്വേർഡ്. കാര്യം മനസ്സിലായല്ലോ? If there is a portion of the curve on both sides of a point P, however small it may be, which lies above the tangent at P, then we say that the curve is concave upwards at P. Okay, a portion of a curve is said to be concave upward if it is concave upward at every point thereof. Okay, അപ്പോൾ നമ്മുടെ ഫിഗറിനകത്ത് ക്യൂ എന്ന് പറഞ്ഞ പോയിൻ്റാണ് കോൺകേവ് അപ്വേർഡ്. അതേപോലെ തന്നെ എസ് എന്ന് പറഞ്ഞ പോയിൻ്റാണ് കോൺകേവ് ഡൗൺവേർഡ്. ഓക്കെ, ഇനി സൈൻ എക്സിൻ്റെ കർവാണ് ഇത്. സൈൻ എക്സിൻ്റെ കർവ് നോക്കുമ്പോൾ നോക്കി, ഇവിടെ അതായത് 3π/2 എന്ന് പറഞ്ഞ പോയിന്റിലും അതേപോലെ തന്നെ -π/2 എന്ന് പറഞ്ഞ പോയിന്റിലുമാണ് സൈൻ കർവ് കോൺകേവ് അപ്വേർഡ് ആവുന്നത്. ഡൗൺവേർഡ് ആവുന്ന എപ്പോഴാണ്? കോൺകേവ് ഡൗൺവേർഡ് ആവുന്നത് π/2 5π/2. ഓക്കെ, കോൺകേവ് ഡൗൺവേർഡ് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദർ ഈസ് എ പോർഷൻ ഓഫ് ദ കർവ് ഓൺ ബോത്ത് സൈഡ് ഓഫ് എ പോയിന്റ് പി, ഹൗവർ സ്മോൾ ഇറ്റ് മേ ബി, വിച്ച് ലൈസ് ബിലോ ദ ടാൻജന്റ് അറ്റ് പി, then we say that the curve is concave downward at P. A portion of a curve is said to be concave downward if it is concave downward at every point thereof. ഇനി മുമ്പത്തെ സൈൻ കർവിനകത്ത് മുമ്പേ ആദ്യം വരച്ച ഫിഗറിനകത്ത് ആറും എസും നമുക്ക് പറയാം എന്താ, കോൺകേവ് ഡൗൺവേർഡ് ആണെന്ന് പറയാം. സൈൻ കർവിനകത്ത് ഞാൻ മുമ്പേ പറഞ്ഞു π/2 5π/2. ഓക്കെ, ഇനി നോക്കിയേ റിസൾട്ട് ആണ്. ദ കർവ് y = f of x ഈസ് കോൺകേവ് അപ്വേർഡ് ഇൻ എ ബി ഇഫ് f" of x greater than 0 for all x element of എ ബി. അതായത് ഒരു കർവ് അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവാണ്. എവിടെ? ഒരു ഇൻ്റർവെല്ലിനകത്തെ എല്ലാ പോയിന്റിലും സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ആ ഇൻ്റർവെല്ലിൽ ആ കർവ് കോൺകേവ് അപ്വേർഡ് ആയിരിക്കും. നേരെ തിരിച്ച് നെഗറ്റീവ് ആകുമ്പോൾ കോൺകേവ് ഡൗൺവേർഡ് ആയിരിക്കും. അപ്പോൾ f(x) = x². അതിൻ്റെ x²ൻ്റെ ഗ്രാഫ് നമുക്കറിയാമല്ലോ. x²ൻ്റെ ഗ്രാഫ് എന്താണ്? ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്നതാണ് x²ൻ്റെ ഗ്രാഫ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 2x, സെക്കൻഡ് ഡെറിവേറ്റീവ് 2 പോസിറ്റീവ് ആണ്. അപ്പോൾ നോക്കി എല്ലാ പോയിന്റിലും എന്തോ കോൺകേവ് അപ്വേർഡ് ഓൺ ആർ. എനി ക്ലോസ്ഡ് ഉണ്ടാവും. ഇവിടെ -2 + 2 എന്ന് പറഞ്ഞ ഒരു ഇൻ്റർവെല്ലാണ് എടുത്തേക്കുന്നത്. ആ ഇൻ്റർവെൽ എടുക്കുമ്പോൾ അവിടെ എന്തുവാ, എല്ലാവരും സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയതുകൊണ്ട് കോൺകേവ് അപ്വേർഡ് ആണ്. ഓൺ ആറെന്ന് തന്നെ പറയാം, മൊത്തം റിയൽ നമ്പറിൽ പറയാം. ഇനി f of x is
concave downward in AB if second derivative less than 0 for all x element of A. Example minus x square. കാരണം സെക്കൻഡ് ഡെറിവേറ്റീവ് -2 ആണ്, അത് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ആറിൽ കോൺകേവ് ഡൗൺവേർഡ് ആണെന്ന് പറയാം. ഇനി പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താ? എ പോയിന്റ് വെയർ ദ കർവ് ക്രോസസ് ദ ടാൻജൻറ്റ് ഈസ് കോൾഡ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഓഫ് ദ കർവ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ടാൻജൻറ്റ്, ആ ടാൻജൻറ്റിനെ ക്രോസ് ചെയ്ത് ആ കർവ് പോയി. മുമ്പേ ഒക്കെ പറഞ്ഞെന്തോ ആ ടാൻജൻറ്റ് ഇങ്ങനെ വന്നിട്ട് മേളിൽ ഇങ്ങനെ പോകുമെന്നൊക്കെയാണ്. അപ്പോൾ അല്ലാതെ ആ ടാൻജൻറ്റിൽ കൂടെ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. മുമ്പേ നമ്മുടെ സൈൻ കർവ് ഇല്ലേ, സൈനിൻ്റെ ഇവിടെ നോക്കി, ഇവിടെ ഈ 0, π, 2π, 3π, -π അവിടെ എല്ലാം എന്താ ക്രോസ് ചെയ്ത് പോകും. ഓക്കെ, അതൊക്കെയാണ് അവിടുത്തെ പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ. The curve y equal f of x has a point of inflection at x equal to c if second derivative 0. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ കണ്ടു കോൺകേവ് അപ്വേർഡ് ആണ്, നെഗറ്റീവ് ആണെങ്കിൽ കോൺകേവ് ഡൗൺവേർഡ് ആണ്. അതുപോലെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ് സിയിൽ ആണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നോക്കി, സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആയിരിക്കണം. അതേപോലെ തന്നെ എഫ് ഡാഷ് ഓഫ് എക്സ് ചേഞ്ചസ് സൈൻ ആസ് എക്സ് പാസസ് ത്രൂ സി കൂടെ പാസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുകയും വേണം. എന്ന് വെച്ചാൽ നെഗറ്റീവിൽ നിന്ന് 0 എത്തി പോസിറ്റീവ്, അല്ലെങ്കിൽ പോസിറ്റീവിൽ നിന്ന് 0 എത്തി നെഗറ്റീവ്, അങ്ങനെ പോകണം. അങ്ങനെ ആ 0യിലുള്ള ആ പോയിൻ്റാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഫൈൻഡ് ദ റേഞ്ച് ഓഫ് വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് ദ കർവ് y ഈക്വൽ x റൈസ് ടു 4a മൈനസ് 6x³ plus 12x² plus 5x plus 7 is concave upwards or downward. Also determine the points of inflection. അപ്പം നമ്മൾ കണ്ടു സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പം തന്നേക്കുന്നത് അത് എഫ് ഓഫ് എക്സ് വിളിച്ചു, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, ഇങ്ങനെ എഴുതി. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആകുന്ന പോയിൻ്റാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ വരുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 കൊടുക്കുക വരുന്നത് എപ്പോഴാണ്? എക്സ് ഈക്വൽ ടു 1ഉം എക്സ് ഈക്വൽ ടു 2 ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ ആ 1ൻ്റെ റൈറ്റ്, 1ൻ്റെ ലെഫ്റ്റ്, 2ൻ്റെ റൈറ്റ്, 2ൻ്റെ ലെഫ്റ്റ്, അങ്ങനെയൊക്കെ കുറേ പോർഷൻ ഉണ്ടല്ലോ. അപ്പോൾ -∞ 1 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ x-1 എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, x-2 എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഇത് നെഗറ്റീവാണ്, ഇത് നെഗറ്റീവ്, അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എന്തോ പോസിറ്റീവ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയതുകൊണ്ട് കോൺകേവ് അപ്വേർഡ് ആണ് ഈ ഇൻ്റർവെല്ലിൽ. ഇനി 1, 2 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ല് നോക്കി, x-1, എക്സ് 1നേക്കാൾ വലുതാണ്, അപ്പോൾ ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ പ്രോഡക്റ്റ് നെഗറ്റീവ്. അപ്പോൾ എന്താ 1, 2 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ കോൺകേവ് ഡൗൺവേർഡ്, 2∞ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്, 2 പോസിറ്റീവ് ആണെങ്കിൽ പ്രോഡക്റ്റ് പോസിറ്റീവ്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ എന്ത് കോൺകേവ് അപ്വേർഡ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. -∞ 1 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയതുകൊണ്ട് കോൺകേവ് അപ്വേർഡ്. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ് 1, 2 എന്ന് പറഞ്ഞ ഇൻ്റർവെൽ, അവിടെ കോൺകേവ് ഡൗൺവേർഡ്. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ് 2∞, അവിടെ കോൺകേവ് അപ്വേർഡ്. ഇനി 1 എന്ന് പറഞ്ഞാൽ എടുത്താൽ 1ൻ്റെ ലെഫ്റ്റിൽ കോൺകേവ് അപ്വേർഡും, അതായത് 1ൻ്റെ ലെഫ്റ്റിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവും 1ൻ്റെ റൈറ്റിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവും. അപ്പോൾ സൈൻ ചേഞ്ച് ചെയ്തു. അതേപോലെ തന്നെ 2ൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും ചേഞ്ച് ചെയ്തു. അതുകൊണ്ട് x=1ഉം x=2 ആണ് പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ. അപ്പോൾ ആ പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ എഴുതുമ്പോൾ എക്സ് മാത്രം പോരാ, നമ്മളൊരു പോയിന്റ് വെക്കുമ്പോൾ അവിടെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റും ഉണ്ട്. അപ്പോൾ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സിന് 1 ഇട്ട് കൊടുത്തപ്പം 19, അപ്പം 190 എന്ന് പറഞ്ഞ പോയിന്റും, ഇനി എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ 33, 233 എന്ന് പറഞ്ഞ പോയിന്റും. ഓക്കെ, എസ്റ്റിമേറ്റ് ത്രൂ ലുക്കിംഗ് അറ്റ് ദ ഗ്രാഫ്സ് ദ പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. സൈൻ എക്സിൻ്റെ ടാൻ എക്സ്, കോട്ട് എക്സ്, കോസ് എക്സ്, സീക്ക് എക്സ്, കൊസീക്ക് എക്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, ഇതിൻ്റെയൊക്കെ ഗ്രാഫ് നോക്കി പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷന് കോൺകേവിറ്റിയുടെ
അപ്വേഡ് ഡൗൺവേഡിൻ്റെ ഇൻ്റർവെൽസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ചെയ്ത രീതിയിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇപ്പം നോക്കി 3x⁴ - 4x³ + 1 ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. =0 എടുക്കുമ്പോൾ x=0 അല്ലെങ്കിൽ x=2/3 ഈ 2 പോയിന്റ്സ് കിട്ടി. ഇനി നമ്മൾ ഓരോ ഇൻ്റർവെൽ 0യുടെ റൈറ്റ് 0യുടെ ലെഫ്റ്റ് 2/3യുടെ റൈറ്റ് 2/3യുടെ ലെഫ്റ്റ് അങ്ങനെ ഇൻ്റർവെൽ വെച്ച് സെക്കൻഡ് ഡെറിവേറ്റീവ് നോക്കുക. അപ്പോൾ നമുക്ക് കോൺകേവ് അപ്വേഡും ഡൗൺവേഡും കിട്ടും. സൈൻ ചേഞ്ച് ചെയ്യുന്നോ നോക്കുക, ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതൊക്കെയാണ് അവിടുത്തെ പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഇനി വാല്യൂ കണ്ടുപിടിക്കാം, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എക്സിന് ഏതൊക്കെ വാല്യൂ ആണ് കൊടുക്കേണ്ടത്? എക്സിന് 0യും 2/3 ഇട്ട് കൊടുത്തു. അങ്ങനെ നമുക്ക് ആ വാല്യൂസ് കിട്ടും. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, 1 അല്ല, എക്സിന് 0 ആണ് ഇട്ട് കൊടുക്കുക. log x³ അതും ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. =0 ആകുന്ന എപ്പോഴാണ്? log x = 2. അപ്പോൾ x = e², അല്ലെങ്കിൽ log x = 0, അതായത് x = 1. ഓക്കെ, ഈ 2 പോയിൻ്റാണ്. എന്നിട്ട് നമ്മൾ ഇതേപോലെ പോസിറ്റീവ് നെഗറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു, സൈൻ ചേഞ്ച് ചെയ്യുന്നോ നോക്കുന്നു, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അങ്ങനെ പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ. സൈൻ എക്സിൻ്റെ കോസ് എക്സ്, ടാൻ എക്സ്, കോട്ട് എക്സ്, സീക്ക് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, സൈൻ ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ്, കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ്, കൊസീക്ക് എക്സ്, അങ്ങനെ ഓരോന്നിൻ്റെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഷോ ദാറ്റ് ദ കർവ് a² + x² × y = a² x ഹാസ് 3 പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ. അപ്പം തന്നേക്കുന്ന ഇക്വേഷൻ y = എന്ന് പറഞ്ഞാക്കി ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കുന്നു. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, =0 കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു വാല്യൂ കിട്ടി. ഇനി എ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവുടെ കേസിൽ =0 ആകുമ്പോൾ നോക്കിയേ, ഈ ടേം =0, ഈ ടേം =0, ഈ ടേം =0. അപ്പോൾ x = 0 വരും, x √3a വരും, x -√3a വരും. ഓക്കെ, 3 പോയിന്റ് അല്ലേ? അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ ഇൻ്റർവെൽ വെച്ച് നോക്കുക. നമ്മുടെ സൈൻ ചേഞ്ച് ചെയ്യുന്നു, മൈനസ് പ്ലസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 3 പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ടെന്ന് കിട്ടി. ഇനി ഒരു റിസൾട്ട് കൂടെ ഉണ്ട്. ദ കർവ് y = f(x) ഈസ് റൈസിങ് എന്ന് പറയുന്നത് എപ്പോഴാണ്, ഫോളിങ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഫോർ ഓൾ x element of a ആണെങ്കിൽ ആ ഇൻ്റർവെല്ലിൽ കർവ് റൈസിങ് ആണെന്ന് പറയും. നെഗറ്റീവ് ആണെങ്കിൽ ഫോളിങ് ആണെന്ന് പറയും. =0യും സൈൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. മുമ്പേ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ കേസാണ് പറഞ്ഞത്. ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ കേസ് ഇതേപോലെ പറയുകയാണെങ്കിൽ ആ പോയിന്റ് എക്സ്ട്രീം പോയിന്റ് ആണെന്ന് പറയും. മറ്റേന്ത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കോൺകേവ് അപ്വേഡ്, കോൺകേവ് ഡൗൺവേഡ്. ഇവിടെ എന്താ എക്സ്ട്രീം പോയിന്റ്, റൈസിങ്, ഫോളിങ്. ഓക്കെ ആണല്ലോ.